കാലഘട്ടത്തെ 35mm ക്യാമറയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 35mm ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇത്രയും വലുപ്പമാണ്. ഇപ്പോൾ കാനോണിൻ്റെ 5D Mark III പോലുള്ള ക്യാമറകളിലെ സിമോ സെൻസറിൻ്റെ വലുപ്പം ഇത്രയാണ്. മറിച്ച് ആംഗിൾ ഓഫ് വ്യൂ പ്രത്യേകം ഞാൻ പ്രതിപാദിച്ചിരുന്നു. ആ ആംഗിൾ ഓഫ് വ്യൂവിൽ കണ്ടില്ലേ, ഞാൻ ഈ വരച്ച് കാണിക്കുന്ന ഇത്രയും ഏരിയയിലാണ് ഉദ്ദേശം. അതായത് ഇത്രയും വലിയ വലുപ്പത്തിൽ വളരെ ചെറുതായിട്ടാണ്. ഇതാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ബോട്ടം ടു ടോപ്പ്. ഈ വലുപ്പം നമുക്ക് കിട്ടുന്നത് ഇത്രയും ഏരിയയിലാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിജിറ്റൽ ക്യാമറയിൽ ഇതുവരെ കാണിച്ചിടാൻ കഴിയില്ല. ഇരുന്നാലും ഈ ക്യാമറയുടെ വർക്ക് തന്നെയാണ് ഡിജിറ്റൽ ക്യാമറ നടക്കുന്നത്. ഇത് ഈ വ്യൂ ഫൈൻഡറും വലുതാണ്, അകത്തുള്ള സിമോ സെൻസറും വലുതാണ്. അപ്പോൾ ഇതിൽ ഈക്വൽ ഓഫ് 35mm അല്ല. ഇതിലൂടെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. ഞാനിപ്പോൾ കാണുന്ന ഫ്രെയിം ഇത് ഷേളവശമായിട്ടുള്ള ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസായതിൻ്റെ പേരിൽ വളരെ അകലെയുള്ള വസ്തുക്കളെ നമുക്ക് അടുത്ത് കാണാനും പരമാവധി ഇതിന് 80 എന്ന് പറയുന്ന വൈഡും ഉണ്ട്. അപ്പോൾ ഇതൊരു ട്രാവലിംഗ് ഫോട്ടോയിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കാൻ പറ്റിയാണ്. അല്ലാണ്ട് വിവാഹ മുഹൂർത്തങ്ങളെല്ലാം പകർത്താൻ ഓവറോൾ ഷാർപ്നെസ്സുള്ള ഫോട്ടോ എടുക്കാൻ ഇത്തരം ലെൻസുകൾ കിട്ടില്ല എന്നുള്ളത് ഇത്തരത്തിൽ ഞാൻ പറയുകയാണ് നിങ്ങളോട്. പക്ഷേ നമ്മളെ ഇന്നത്തെ ക്ലാസ് പോകുന്നത് ഇതല്ല. നമുക്കിനി പിക്സലിനെ കുറിച്ചാണ്. എന്താണ് പിക്സൽ? ഒരു മില്യൺ പിക്സൽ, 1 = 1 മില്യൺ പിക്സൽ. അപ്പോൾ 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 18 അങ്ങനെ നിങ്ങൾ ക്യാമറ വാങ്ങുമ്പോൾ ഇപ്പോൾ 18 മെഗാ പിക്സൽ, 24 മെഗാ പിക്സൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ അത്രയധികം വർണ്ണക്കുത്തുകൾ, പിക്സലിനെ പറ്റി മലയാളത്തിൽ പറയുകയാണെങ്കിൽ വർണ്ണക്കുത്തുകൾ എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഫോട്ടോ ഫിലിമിൻ്റെ കാലഘട്ടത്തിൽ എടുത്തിരുന്നത് 3 ലെയറായിട്ട്, ബോട്ടം ലെയർ റെഡും പിന്നെ ഗ്രീനും പിന്നെ ബ്ലൂവും അങ്ങനെ 3 ലെയറായിട്ടായിരുന്നു. ഫോട്ടോൺസായിട്ട് തന്നെ ലെൻസിലൂടെ കയറി അകത്ത് ഫ്രീസ് ചെയ്യപ്പെടുകയും അതിനെ വേറെ പ്രോസസ്സിലൂടെ ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ വേറെ ക്ലാസ്സിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് പകരം ഡിജിറ്റൽ ക്യാമറയിൽ വരുമ്പോൾ ഒരേ ക്ലിക്ക് ചെയ്യുന്ന നേരത്തെ തന്നെ ഒരേ സമയത്ത് ഈ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റായും അതിനുശേഷം കളറുകളായിട്ടും എടുക്കപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഡിജിറ്റൽ ക്യാമറയിൽ ലാർജ്, മീഡിയം, സ്മോൾ 3 തരം സെലക്ഷൻസ് ഉണ്ട്. 8 GB കാർഡ് എന്ന് വിചാരിക്കുക നമ്മുടെ ക്യാമറയിൽ. ആ 8 GB കാർഡിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പക്ഷേ 999 1000 ഫോട്ടോ ലാർജ് സെലക്ഷനിൽ എടുക്കാമെങ്കിൽ മീഡിയം സെലക്ഷൻ വരുമ്പോൾ അത് 1800 1700 ആയി മാറും, കൂടുതലായി മാറാൻ സാധ്യതയുണ്ട്. സ്മോളിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിൽ വീണ്ടും 2000 2000 2000 അങ്ങനെ ഒരുപാട് ഫോട്ടോ എടുക്കാൻ കഴിയുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത എന്താണ്? പിക്സൽ കുറയും തോറും, പിക്സലിൻ്റെ സെലക്ഷൻ ക്യാമറയിൽ കുറയ്ക്കും തോറും കൂടുതൽ ഫോട്ടോ എടുക്കാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ സന്തോഷിക്കരുത്. കാരണം ആ ഫോട്ടോന് എൻലാർജ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല, അത് ബേസായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ലാർജിലാണ് എപ്പോഴും ഫോട്ടോ എടുക്കേണ്ടത്. പിക്സലിനെ പറ്റി പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം ഇപ്പോഴുണ്ട്. കാരണം ഒരു ക്യാമറയിൽ പിക്സൽ എന്ന് പറയുന്നത് ASA ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ASA ക്ലാസ്സിൽ ഞാൻ വേറൊരു ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് പിക്സലിനെ കുറിച്ചാണ്. അപ്പോൾ പിക്സൽ എന്നാൽ വർണ്ണ കുത്തുകൾ എന്നാണ്, കളർ ഡോട്ട്സ് എന്നാണ്. ഉദാഹരണത്തിന് ഒരു ഫോട്ടോ ഉണ്ടാക്കപ്പെടുന്നു, ഒരു നല്ല ഭംഗിയുള്ളൊരു പൂവിൻ്റെ ഫോട്ടോ ഉണ്ടാക്കപ്പെടുന്നു ക്യാമറ. എങ്ങനെയെന്ന് പരിശോധിക്കാം. ആ ഫോട്ടോൻ്റെ നേർക്ക് നമ്മളുടെ ഇഷ്ടാനുസരണമുള്ള ഫോക്കൽ ലെൻസിലൂടെ ഫോക്കസ് ചെയ്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോട്ടോയിൽ ആ പൂവിലെ വെളിച്ചം മടങ്ങി വന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയായി ഫോട്ടോൺസായി അത് ക്യാമറയുടെ അകത്തുള്ള ഫുൾ സിമോസിൽ പതിയുന്നു. അതിൽ RGB, യെല്ലോ, മജന്റ, സിയാൻ എന്നീ സെൻസറുകളും കാവിറ്റീസിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന നല്ല പവർഫുൾ ക്യാമറകളാണെങ്കിൽ, വില കൂടിയ ക്യാമറകളാണെങ്കിൽ, അതും ഞാൻ പിന്നീട് വേറെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആണെങ്കിൽ അതിൽ ഈ ഫോട്ടോ പതിയപ്പെടും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും കളറായിട്ടും പതിയപ്പെടുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടായിരിക്കും. നിങ്ങൾ ലാർജ് സെലക്ഷനാണെങ്കിൽ ഇപ്പോൾ 70, ഉദാഹരണത്തിന് 70 എടുക്കാം, അല്ലെങ്കിൽ 5D Mark III എടുക്കാം. അതിൽ ഫോട്ടോ ലാർജിൽ ആകുമ്പോൾ 5215 × 4326 അങ്ങനെ ഒരു കണക്ക് കാണാം. അപ്പോൾ അത്രയും ആ കിട്ടുന്ന സമം എത്രയാണോ ആ എമൗണ്ട് ഓഫ് ഡോട്ട്സ്, അത്രയും കുത്തുകളെ അത് ഈ ഫോട്ടോന് വേണ്ടിയിട്ട് അതെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് 8 GB കാർഡാണെങ്കിൽ ലാർജിൽ ഒരു 999 ഫോട്ടോ എടുക്കാൻ കഴിയുന്നു എന്ന് വിചാരിക്കുക. അതുതന്നെ മീഡിയവും സ്മോൾ ആകുമ്പോൾ കൂടുതൽ ഫോട്ടോ എടുക്കാൻ കഴിയുന്ന കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു.